നിന്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുക. അവിടുന്ന് തൻ്റെ പദ്ധതികൾ ഫലമണിയിക്കും. തൻ്റെ പ്രയത്നവും കഠിനാധ്വാനവും എല്ലാം കർത്താവിൽ അർപ്പിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കിയ ഡോട്ടേഴ്സ് ഓഫ് സീക്രട്ട് ഹാർട്ട് ഓഫ് ജീസസ് എന്ന കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ എൽസ് മരിയ ബെന്നിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സിസ്റ്റർ, സ്വാഗതം. സിസ്റ്റർ ഇന്നിവിടെ ആയിരിക്കാനുള്ള കാരണം സിസ്റ്റർ കുടുംബമാണല്ലേ? അച്ചായും അമ്മയും അനിയത്തിയും അനിയനും ഒക്കെ അടങ്ങുന്ന കുടുംബം. അപ്പം സിസ്റ്ററിൻ്റെ കൊച്ചുനാളിൽ എങ്ങനെയായിരുന്നു, കുടുംബത്തെ പറ്റി ഒക്കെ ഒന്ന് നമ്മളോട് ഷെയർ ചെയ്യുമോ? ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കോട്ടയം ജില്ലയിലാണ്. അപ്പം എനിക്ക് വീട്ടിൽ അച്ചായും അമ്മയും അനിയത്തിയും അനിയനാണ് ഉള്ളത്. അപ്പം കർഷക കുടുംബമാണ്. പിന്നെ കുഞ്ഞുനാൾ മുതലേ പാലായിൽ ഞങ്ങൾ അവിടെ ആയിരുന്നപ്പം അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ അങ്ങനെ ഒരു വെച്ചാൽ പള്ളിയായിട്ട് നല്ല ദൂരത്തിലായിരുന്നു സാഹചര്യം. കൊച്ചുങ്ങളാണ്. പിന്നെ ആ സമയത്ത് അച്ഛയ്ക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. നമ്മൾ ഹൗസ് വൈഫാണ്. അപ്പം ആ കുഞ്ഞുനാളിൽ അങ്ങനെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനൊന്നും പറ്റിയിട്ടും അങ്ങനെ ഉള്ളതില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് അച്ഛയുടെ ചേട്ടന്മാരൊക്കെ മലബാറിലായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് സ്ഥലവും വീടൊക്കെ വിറ്റ് മലബാറിലേക്ക് കാസർഗോഡ് ജില്ലയിൽ. ഇപ്പം ഞങ്ങളുള്ളത് കാസർഗോഡ് ജില്ലയിൽ വെള്ളരിക്കുണ്ടിനടുത്ത് നർക്കിലക്കാട് എന്ന് പറയും, അവിടെയാണ്. അപ്പം ഇപ്പം അവിടെ ചെന്നപ്പം പള്ളിക്ക് തൊട്ടടുത്താണ്. അപ്പം എല്ലാ ദിവസവും ഞങ്ങളെ പള്ളിയിൽ നിന്ന് കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ അച്ഛയാണ് വീട്ടിലെ ഏറ്റവും ഇളയ ആള്. അപ്പം അമ്മച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞല്ലോ അമ്മച്ചി നിങ്ങളുടെ കൂടെ ആയിരുന്നെന്ന്. അമ്മച്ചിമാർക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി സ്ഥാനമുണ്ടല്ലേ? അപ്പോൾ അമ്മച്ചിയെക്കുറിച്ചൊന്ന് പറ. അമ്മച്ചി എന്നും സത്യം പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന അവിടെയൊക്കെ എല്ലാവർക്കും നല്ല പരിചയമായിട്ടുള്ള ഒരു അമ്മച്ചിയായിരുന്നു. കാരണം എന്നും വേറെ വയ്യാതിരിക്കുവാണ്, വേറെ ജോലി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അമ്മച്ചിയുടെ ജോലി കൊന്ത ചെല്ലലായിരുന്നു. രാവിലെ തൊട്ട് എൻ്റെ അച്ഛയൊക്കെ 16 മക്കളാണ്. അത് 4 പേര് മരിച്ചുപോയി, 12 പേരുണ്ട്. അപ്പം എല്ലാ ദിവസവും ഓരോരുത്തർക്ക് വേണ്ടി, ഓരോരുത്തരുടെയും കുടുംബത്തിന് വേണ്ടി ഒരു കൊന്ത. പിന്നെ അവിടെ നിൽക്കുന്ന മക്കൾ ഞങ്ങൾ 3 പേരാണല്ലോ. പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ വന്ന് വിളിക്കുമല്ലോ സ്കൂളിൽ പോകാൻ സമയമാകുമ്പോൾ. അപ്പോൾ അവരും വന്ന് അമ്മച്ചിയുടെ അടുത്ത് വന്ന് സ്തുതിയൊക്കെ കൊടുത്തിട്ടായിരിക്കും പോവുക. അമ്മച്ചി ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പ്രാർത്ഥനയുടെ ആ ഒരു ഇൻസ്പിറേഷൻ ശരിക്കും നിന്നാണ്. ഞാനങ്ങനെ ആ സമയത്ത് അത്രയും പ്രാർത്ഥനയും കാര്യങ്ങളൊന്നുമില്ല, ചെറിയതാണല്ലോ. പിന്നെ സിസ്റ്ററിന് കുറച്ചും കൂടെ സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പം എല്ലാവരും ചോദിക്കുകയല്ലേ എന്താകാൻ ആഗ്രഹം, ആരാവാനാണ് ഭാവിയിൽ ആഗ്രഹം? അപ്പം എനിക്ക് സിസ്റ്റർ ആവാനാണ് ഇഷ്ടം എന്ന് പറയുന്ന കൂട്ടത്തിലായിരുന്നു സിസ്റ്റർ? തീരെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ. കാരണം എൻ്റെ അമ്മയുടെ ചേച്ചി സിസ്റ്ററാണ്. സെയിം കോൺഗ്രിഗേഷൻ. ആൻറ്റി ഇപ്പം ഇറ്റലിയിലാണുള്ളത്. അപ്പം അങ്ങനെ ആൻറ്റി ഇങ്ങനെ സിസ്റ്ററായിട്ട് കൂടെ ഉള്ളത് കൊണ്ട് പിന്നെ ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് ആൻറ്റി ചെറുപ്പം തൊട്ടേ ഇറ്റലി തന്നെയാണ്, എൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ട്. അപ്പം ആൻറ്റി വരുമ്പോൾ ചോക്ലേറ്റും അതും ഇതൊക്കെ തരും. അപ്പോൾ ആൻറ്റിയുടെ കൂടെ പോകണം എന്നുള്ള സിസ്റ്ററാകും, ആൻറ്റിയുടെ കൂടെ പോകും. പിന്നെ ആൻറ്റിയുടെ വെയിലൊക്കെ എടുത്തിട്ട് നടക്കുമായിരുന്നു. ചെറുപ്പത്തിൽ തുണിയൊക്കെ തലയിലിട്ട് നടക്കുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. തീരെ ചെറുപ്പത്തിൽ അങ്ങനെ ആരൊക്കെ ആകണം എന്ന് ചോദിക്കുമ്പോൾ സിസ്റ്റർ ആണം അങ്ങനെയൊക്കെ പറയായിരുന്നു. പക്ഷേ ഇച്ചിരി കൂടി വലുതായി 8th 9th ആ ഒരു എത്തിയപ്പം അങ്ങനെ ആ ഒരു ചിന്തയൊന്നും വന്നിട്ടൊന്നുമില്ല. കൂടുതൽ നമ്മൾ പഠനം, പിന്നെ മറ്റ് മേഖല സ്റ്റുഡിയസ് ആയിരുന്നു അല്ലേ? ഒത്തിരി എന്നാലും പഠിക്കുമായിരുന്നു അത്യാവശ്യം. പിന്നെ ഞാൻ ഡാൻസ് ചെയ്യായിരുന്നു. അപ്പം അങ്ങനെയുള്ള കലാകായികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അച്ചായി എന്ന് പറയുന്നത് ഞങ്ങൾ അവിടെ കാസർഗോഡ് ചെന്നതിന് ശേഷം അച്ചായിക്ക് അച്ചായി വെച്ചാൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ മരിച്ചുപോയ കുരിക്കളച്ചനുമായിട്ട് അപ്പോൾ കുരിക്കളച്ചനായിട്ട് മുൻ പരിചയം ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പം കുരിക്കളച്ചനെ വീണ്ടും കണ്ടുമുട്ടി. അങ്ങനെ അച്ഛനുമായിട്ട് ആകാശപ്പറവയിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ പ്രവർത്തനവും. അപ്പം നിങ്ങളും പോവായിരുന്നോ? ഞങ്ങൾ അങ്ങനെ എപ്പോഴും അങ്ങനെ പോവില്ല, എക്സ്പീരിയൻസ് ചെയ്യുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പോവായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ പോകുന്ന കൂട്ടത്തിലൊന്നും അല്ലായിരുന്നു. ഞാൻ കൂടുതൽ കൂട്ടുകാരായിട്ട് കളിക്കണം, പഠിക്കണം, ആ ഒരു ലെവലിലായിരുന്നു.
നാട്ടിൽ പോകുമ്പോൾ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞാണല്ലോ സാധാരണ ദേവിളി ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്യുന്നതും പിന്നെ നമ്മൾ മഠത്തിൽ ചേരാനുള്ള. പക്ഷെ സിസ്റ്റർ +2 കഴിഞ്ഞിട്ടാണ്. എന്തുകൊണ്ടാണ് 10 കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? 10 കഴിഞ്ഞപ്പം ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ഒത്തിരി അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. 10 കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളുടെ കോൺവെൻറ്റിൽ പുലരിക്കുന്നിൽ കോട്ടയം അവിടെ ഞങ്ങൾക്ക് ക്യാമ്പ് വെച്ചായിരുന്നു. അപ്പം ഞാനും എൻ്റെ അനിയത്തിയും കൂടെ ക്യാമ്പൊക്കെ കൂടാൻ പോയി. പക്ഷേ അന്ന് എനിക്ക് പിന്നെ അത്യാവശ്യം നല്ല മാർക്കൊക്കെ കിട്ടിയപ്പോൾ മുന്നോട്ട് തന്നെ പഠിക്കാമെന്ന് തന്നെ ചിന്തിച്ചു. അങ്ങനെ +1 +2 ചേർന്നു. ഞാൻ +1 +2 പഠിച്ചത് കോഴിക്കോടാണ്. സ്കൂൾ ചേഞ്ച് ചെയ്തു. ചില ICSE സിലബസിലാണ് 10th വരെ പഠിച്ചത്. അപ്പം അതിൻ്റെ തന്നെ +1 +2 ഞാൻ പഠിച്ച സ്കൂളിലില്ലായിരുന്നു. അപ്പം ICSE തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അപ്പം റിലേറ്റീവ്സ് എല്ലാവരും പറഞ്ഞു അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ICSE തന്നെ തുടരാം എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് കോഴിക്കോട് വരുന്നത്. 2 കൊല്ലം ഹോസ്റ്റലിൽ നിന്നു. സലേഷ്യൻ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളായിരുന്നു. ഞാൻ അവിടെ 10th അവിടെ പഠിച്ചതും സലേഷ്യൻ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റ് സ്കൂളായിരുന്നു. അവിടുന്ന് പിന്നെ അപ്പം പരിചയമുള്ള സിസ്റ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോട് വന്നു. പിന്നെ +1 +2 ഒക്കെ എന്നാ ഹോസ്റ്റൽ ലൈഫൊക്കെ ആണല്ലോ, അടിച്ചുപൊളി ചെയ്തൊക്കെ ആയിരുന്നു. +1 +2 നിങ്ങൾ എൻട്രൻസിനെ പറ്റി ചിന്തിക്കുകയോ കോച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെ കോച്ചിങ്ങിന് ഞാൻ പോയിട്ടില്ല. +1 +2 മെഡിക്കൽ എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പം ഞാനൊക്കെ ഇപ്പം ജനിച്ചു വളർന്ന സാഹചര്യം ഒരു വില്ലേജ് ഏരിയയാണ്. അപ്പം നമുക്കൊന്നും ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാമോ എന്നൊന്നും അറിയത്തില്ല. കാരണം ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് വീട്ടിലാരുമില്ല. അമ്മയുടെ വീട്ടിലാരുമില്ല, അച്ഛയുടെ വീട്ടിലാരുമില്ല. പിന്നെ കണ്ടുപരിചയം എന്ന് പറയുന്നത് വീടിൻ്റെ അടുത്തൊരു ഡോക്ടറുണ്ട്. ആ ചേച്ചി ഞങ്ങൾക്ക് ചെറുതായ സമയത്ത് പഠിക്കുകയായിരുന്നു മെഡിസിന്. അല്ലാതെ നമുക്ക് പിന്നെ അതൊക്കെ എന്ന് പറയുന്നത് നമുക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നൊക്കെ അങ്ങനെയൊക്കെ ആഗ്രഹിക്കാനുള്ള യോഗ്യത ഉണ്ടോ എന്നൊക്കെ നമുക്കറിയത്തില്ല എന്നൊന്നും. പിന്നെ ആ സമയം എന്ന് പറയുമ്പോൾ നമ്മള് ഇഷ്ടങ്ങൾ മാറുന്ന സമയമാണല്ലോ. ഫിക്സ്ഡ് ആയിട്ടൊരു ഇതില്ല. ചിലപ്പോൾ ആരെങ്കിലും ഒരാളെ കാണുമ്പം അതാകണമെന്ന് തോന്നും, വേറൊരാളെ കാണുമ്പോൾ വേറൊരിതാകണമെന്ന് തോന്നും. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട് 7th പഠിക്കുമ്പം ഞങ്ങളെ പഠിപ്പിച്ച ഒരു സിസ്റ്റർ നമ്മൾ എഴുതിക്കൊണ്ട് വരാനൊക്കെ പറയില്ലേ, എന്താണ് നമ്മുടെ ആഗ്രഹം, ഇങ്ങനെ സ്കെച്ച് പടമൊക്കെ വരച്ച്. അപ്പം അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കാരണം കുറേ പേരെ കണ്ട് ആ ദിവസങ്ങളിൽ ഒരു പത്രപ്രവർത്തക എന്തോ കൊല്ലപ്പെടുകയോ അങ്ങനെ എന്തോ സമൂഹത്തിന് വേണ്ടി എന്തോ കാര്യം ചെയ്തിട്ട് അപ്പം ആ സമയത്ത് പെട്ടെന്ന് ജേർണലിസ്റ്റ് ആകണമെന്നായിരുന്നു. അങ്ങനെ അപ്പം അന്ന് ഞാൻ എഴുതിക്കൊണ്ട് പോയത് ജേർണലിസ്റ്റ് പിന്നെ ആകണമെന്നായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞ് അപ്പോഴാണ് നമുക്കും ഇതൊക്കെ ആഗ്രഹിക്കാമല്ലേ എന്നൊരു ചിന്ത ആഗ്രഹിക്കുമ്പോൾ ഇതൊക്കെ നമുക്കും ആഗ്രഹിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്നതേ ഉള്ളൂ കേട്ടോ. എന്നാലും ഞാനങ്ങനെ അങ്ങനെ പിന്നെ എന്നോട് ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ ആകണമെന്നൊക്കെ പറയണമല്ലോ, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ മഠത്തിലേക്കുള്ള വരവ് എങ്ങനെയാണ്? ദേവിളി എങ്ങനെയായിരുന്നു? ദേവികളെ കുറിച്ച് ഞാൻ ചെറുപ്പത്തിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ കനലുണ്ടായിരുന്നു. പിന്നെ ഒരു +2 ഒക്കെ അവസാനത്തോടെയാണ് ഇനി അത്രയും നാളും ഇപ്പം നമുക്ക് പഠനത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പം എല്ലാവരും ചോദിക്കാൻ തുടങ്ങും ഇനി എന്താ പോകണം, എല്ലാവർക്കും മറുപടി കൊടുക്കണം. അപ്പം ശരിക്കും മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ, എന്ത് ചെയ്യാം. അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നല്ലോ എന്നൊരു ചിന്ത വന്നത്. പക്ഷെ എനിക്കൊരു ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ പറയുമ്പോൾ റിയാക്ഷൻ എന്തായിരിക്കും, പിന്നെ അതിലൊക്കെ ഉപരി എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്നൊരു ചിന്തയായിരുന്നു. കാരണം തീക്ഷ്ണമായിട്ടാണോ ആഗ്രഹിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. കാരണം വെറുതെ ഞാൻ ആഗ്രഹിക്കുന്നതാണോ അല്ല ജീവിതത്തിൽ നിന്നൊരു ഒളിച്ചോട്ടത്തിന്റെ ഒരു ഇതിലാണോ? കാരണം നമ്മുടെ മനസ്സിൽ 18 വയസ്സാകുന്ന ആ ഒരു പ്രായമാണ്, എന്താണെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പം ഞാൻ കുറേ ചിന്തിച്ചു കേട്ടോ. കാരണം ആ ഒരു നമുക്ക് റിസൾട്ട് വരുന്നോടം വരെ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ തീരുമാനിച്ചില്ല. പിന്നെ ആ സമയത്ത് ഞാൻ എൻട്രൻസിന് വേണ്ടി വെറുതെ പഠിച്ചൊന്നുമില്ല, വെറുതെ ചെയ്തിട്ടായിരുന്നു. അപ്പം എൻട്രൻസ് എഴുതുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവായി ഇങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ എൻട്രൻസ് ഒക്കെ എഴുതി. പിന്നെ വീട്ടിൽ ഞാൻ കാര്യം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. വീട്ടിലങ്ങനെ വലിയ പ്രശ്നമില്ലായിരുന്നു കേട്ടോ. സിസ്റ്ററാണ്. പിന്നെ അച്ചായമ്മ ഞാൻ പറഞ്ഞല്ലോ ഉണ്ട്, പിന്നെ കുട്ടികളച്ഛൻ്റെ കൂടെ ഇങ്ങനെ ആ ഒരു പ്രവർത്തനമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് വീട്ടിലങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സപ്പോർട്ടീവായിരുന്നു. പക്ഷെ റിലേറ്റീവ്സ് ഒക്കെ അറിഞ്ഞപ്പോൾ എല്ലാവർക്കും അപ്പം എല്ലാവരും വലിയൊരു പ്രതീക്ഷയിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു. എല്ലാവരും അത് പ്രകടിപ്പിക്കുകയും ചെയ്തു കേട്ടോ. കുറെ പേരൊക്കെ വഴക്ക് പറഞ്ഞവരുണ്ട്. മെമ്പേഴ്സ് ഉള്ള ഒരു കുടുംബമായതുകൊണ്ടല്ലേ. അപ്പം എല്ലാവർക്കും പിന്നെ അച്ഛയുടെ വീട്ടിൽ അച്ഛയാണ് ഏറ്റവും ഇളയത്, അമ്മയുടെ വീട്ടിൽ അമ്മയാണ് ഏറ്റവും ഇളയത്. ബാക്കി എല്ലാവർക്കും അധികാരമുണ്ട്. അപ്പം ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ്, കസിൻസിലൊക്കെ വെച്ചപ്പോൾ ഞങ്ങളാണ് ചെറുത്. അപ്പം എല്ലാവർക്കും ആ ഒരു സ്നേഹവും കരുതലൊക്കെ ഉണ്ട്.
അപ്പം അങ്ങനെ അതുകൊണ്ട് എല്ലാവർക്കും ഒരു വിഷമമായിരുന്നു ആദ്യമേ. പിന്നെ അപ്പം അപ്പം ഇവരുടെ എല്ലാവരുടെയും വിഷമം കണ്ട് ഇവരിങ്ങനെ അച്ഛനും അമ്മനെ ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ച് വഴക്ക് പറയാനൊക്കെ തുടങ്ങി. അപ്പം അവർക്കും ചെറിയൊരു എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് പിന്നെ ഇഷ്ടമാണെങ്കിൽ പിന്നെ പോകാം, തീക്ഷ്ണമായിട്ടുണ്ടോ അറിഞ്ഞിട്ട് പോകാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അതിനോട് അങ്ങനെ വലിയ താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണല്ലോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു, ഡിൽന എന്നുള്ള പേര്. അവളിപ്പോൾ UK യിലാണ്. അപ്പം അവളും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തിനാ പോകുന്നത്. അപ്പം അവൾ ഓൾറെഡി നഴ്സിങ്ങിന് പോകാൻ തീരുമാനിച്ചു. അപ്പം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചില്ല. എന്നിട്ട് അവളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകണോ ഇങ്ങനെ പോകാൻ. അവൾ എന്നെ കുറേ ഷൗട്ട് ചെയ്തു. ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ അവളും കുറേ ഷൗട്ട് ചെയ്തു. അതിനുശേഷമാണ് എൻ്റെ ഒരു കസിൻ ബ്രദർ എന്നോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം എൻ്റെ ഫേവറേറ്റ് വിഷയം എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. അപ്പം 10th ആണെങ്കിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു മാത്സിന്. അപ്പം ഇങ്ങനെ ഈ പ്ലസ് ടുവിൻ്റെ പരീക്ഷ കഴിഞ്ഞപ്പോൾ മാത്സ് എനിക്ക് നല്ല എളുപ്പമായിരുന്നു. 100 തന്നെ ഞാൻ പ്രതീക്ഷിച്ചത്. നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയാം മാത്സ് ആണ് എൻ്റെ ഫേവറേറ്റ് വിഷയം. എല്ലാവർക്കും, അത്യാവശ്യം വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. എന്നിട്ട് അപ്പോൾ എന്നോട് ഈ കസിൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് മാത്സിന് മാർക്ക് കുറവാണെങ്കിൽ നീ കുറവാണെങ്കിൽ നീ പൊക്കോ, ഇല്ലെങ്കിൽ പോകണ്ട. അങ്ങനെ പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. കാരണം എനിക്ക് 100 കിട്ടും എനിക്ക് ഉറപ്പാ. കാരണം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. വേറെ പോകാനും ഒന്നുമില്ല, അങ്ങനെ ഇത്ര പോയിന്റ്സ് എഴുതണമെന്നോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ ചെയ്തത് ആ വഴി എഴുതുക, ഉത്തരം ഉണ്ടെങ്കിൽ. അപ്പം അവസാനം എല്ലാം ശരിയായിരുന്നു എക്സാം കഴിഞ്ഞ് നോക്കുമ്പോൾ. അപ്പം അതങ്ങനെ ശരിക്കും 100 കിട്ടുമെന്ന് തന്നെ ഉറപ്പിച്ചിരുന്നതാണ്. അപ്പം അങ്ങനെ ഈ ഒരു സന്ദിഗ്ധാവസ്ഥയിൽ അങ്ങോട്ടും കയ്യേല പുറത്തിരിക്കുന്ന തേങ്ങയൊക്കെ പോലെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ തീരുമാനം എടുക്കാൻ പറ്റാതെ വരും. അങ്ങനെയാണ് എൻ്റെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പം ശരിക്കും എനിക്ക് സന്തോഷം വന്നു, സങ്കടം ഉണ്ടായിരുന്നു. കാരണം മാത്സിൻ്റെ ഒരു മാർക്ക് കുറഞ്ഞു പോയി. മാത്സിന് വന്നപ്പോൾ എനിക്ക് മാത്സിന് 199 കാണിച്ചു തന്നു. അതെ. അപ്പം എനിക്ക് ശരിക്കും ദൈവം, കാരണം ഞാനും തന്നെ ഇങ്ങനെ ഇവർ പലരുടെ വായന പലതും കേൾക്കുമ്പോൾ കൺഫ്യൂഷനിലായിരുന്നു എടുക്കണം. കാരണം ഞാൻ തീരുമാനം ദൈവം അങ്ങനെയൊക്കെ ഒരു എടുത്ത തെറ്റിപ്പോകുന്ന തീരുമാനമാണോ അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു. അപ്പം ദൈവം എനിക്ക് അതിലൂടെ ഒരു വഴി ഒരുക്കി തന്നു. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല, ഓരോരുത്തർക്കും ഓരോ ഇതിനാണല്ലോ. അപ്പം എനിക്ക് ദൈവം ഒരു വഴി തുറന്നു തന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് അതിനെ തോന്നുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവളും എന്നെ കുറേ വിളിച്ച് കുറേ ഷൗട്ടൊക്കെ ചെയ്തു. അപ്പോൾ അവളങ്ങനെ, ഞങ്ങൾ അത്ര ക്ലോസ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് അവളങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നായിരുന്നു. അപ്പം പിന്നെ ഞാൻ ചേരുന്നില്ല, ഈ റിസൾട്ടൊക്കെ വരുന്നതിന് മുന്നാണ്, ചേരുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ച് സോറി പറയാനല്ല അവളെ ചേരുന്നില്ലെന്ന് പറയാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചു. വിളിക്കാൻ ഞാൻ ഫോൺ എടുക്കുമ്പോഴേക്കും അവളുടെ കോൾ എനിക്ക് ഇങ്ങോട്ട് വന്നു. എന്നിട്ട് അപ്പോൾ അവൾ എന്നോട് സോറി പറയാ. അവൾ അവളുടെ വീട്ടിൽ പറഞ്ഞപ്പം അവളുടെ അമ്മ അവളെ വഴക്ക് പറഞ്ഞു, അങ്ങനെ പറയരുത്. അപ്പം എനിക്ക് ഒന്നും കൂടെ കോൺഫിഡൻസ് ആയി. അപ്പം എന്നിട്ടാണ് ഞാൻ പിന്നെ ഇവിടെ ക്യാമ്പിന് വന്നു. ഈ കോൺഗ്രിഗേഷനിൽ തന്നെയാണോ സിസ്റ്റർ ക്യാമ്പിന്? അതെ. പിന്നെ രൂപത ക്യാമ്പിന് പോയായിരുന്നു. അങ്ങനെ പിന്നെ സന്യാസ ജീവിതത്തിലേക്ക് ശരിക്കും ആകർഷിച്ച ഒരു ഘടകം എന്നൊക്കെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ എടുത്ത് ചോദിച്ചാൽ എന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. സിസ്റ്റേഴ്സിൻ്റെ കൂടെ ആയിരുന്നു, സെലക്ഷൻ സിസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പം അവരുടെ ഇടപെടൽ, പ്രത്യേകിച്ച് ഞാൻ +1 +2 ഹോസ്റ്റലിൽ നിന്നപ്പം ഹോസ്റ്റൽ വാർഡനായിരുന്നു ഒരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ റിറ്റ്സൽ. അപ്പം സിസ്റ്ററിൻ്റെ ജീവിതം ശരിക്കും എനിക്ക് ഇൻസ്പിറേഷൻ ആയിരുന്നു. പിന്നെ സാധാരണ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴേ ഹോസ്റ്റൽ വാർഡൻസിനെ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത അവസ്ഥയാണ്. സിസ്റ്റർ എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാലും ഞങ്ങളെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ വൈബ് അറിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ പോരുന്ന ഒരു സിസ്റ്ററായിരുന്നു. അപ്പം സിസ്റ്ററിൻ്റെ പക്ഷേ അന്നത്തെ സമയം നമ്മൾ തെറ്റെങ്കിലും ചെയ്താൽ നമ്മളെ തിരുത്തുകയും ചെയ്യും. ആ ഒരു സ്വാതന്ത്ര്യത്തോടെ ഒരു മുതിർന്ന ഒരു ചേച്ചി എന്നെ എന്തെങ്കിലും തിരുത്തും, അങ്ങനെ. അല്ലാണ്ട് വലിയ ഒരു അധികാരി നിന്ന് തിരുത്തുന്ന പോലെയല്ല. സിസ്റ്റർ ഒരു വലിയ ഇൻസ്പിറേഷൻ ആയിരുന്നു എനിക്ക്. നമുക്ക്
നമുക്ക് പ്രൊഫഷണലി ഒക്കെ ഒത്തിരി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയത്ത് ICSEയിൽ 90% എന്ന് പറയുന്നത് വളരെ നല്ല മാർക്കായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് സിസ്റ്റർ ദൈവവിളി തിരഞ്ഞെടുത്തു, സിസ്റ്റർ ആകാൻ പോയി. ആ സമയത്തൊക്കെ ഒരു തിരിച്ചുനോട്ടം അല്ലെങ്കിൽ ഒരു തിരിഞ്ഞുനോട്ടം ഉണ്ടായിട്ടുണ്ടോ? എന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും സിസ്റ്റർക്ക് തോന്നിയിട്ടുണ്ടോ ഇത് വേണ്ടായിരുന്നു, തിരിച്ചു പോകാം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചപ്പം മടത്തി ചേരുന്നതിന് മുന്നേ അച്ചായ എന്നോടിങ്ങനെ നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുകയാണല്ലോ, റിലേറ്റീവ്സിൽ നിന്നുള്ളൊരു റെസ്പോൺസ്. അപ്പം വീട്ടിൽ നിന്നും പറഞ്ഞു എന്നപ്പോൾ എന്തെങ്കിലും പഠിച്ചിട്ട് പോകാം. അപ്പം ശരിക്കും നമ്മളിങ്ങനെ ശരിക്കും ഒരു സ്ട്രഗിളാണ്, ഇന്റേണൽ സ്ട്രഗിൾ ഭയങ്കര ഉണ്ട് ശരിക്കും മാനസികമായിട്ട്. കാരണം കുറേ പേര് വഴക്ക് പറയുന്നു അങ്ങനെയൊക്കെ ആ ഒരു ഇതിൽ. അപ്പോൾ അവരൊക്കെ ഒരിക്കലും എന്നോട് ദേഷ്യമുള്ളത് കൊണ്ടല്ലല്ലോ, സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാനൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അവരുടെ വാക്കൊക്കെ ധിക്കരിച്ച് ഞാൻ പോയിട്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വന്നാൽ അപ്പോഴും ഞാൻ ഇവരെ തന്നെ ഫേസ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തകളൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ പക്ഷെ എന്നാലും അച്ഛ എന്നോട് ഇങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ എപ്പം നിനക്ക് തിരിച്ചു പോകണം തോന്നിയോ അപ്പം തിരിച്ചു പോകുന്നു. ഫോർമേഷൻ്റെ കാലഘട്ടത്തിൽ ഒരിക്കലും തിരിച്ചു പോകുന്നതിൻ്റെ പേരിൽ അവരെന്നാ പറയും ഇവരെന്നാ പറയും എന്നുള്ളൊരു നാണക്കേട് ഒരിക്കലും വിചാരിക്കേണ്ട. പലപ്പോഴും സത്യം പറഞ്ഞാൽ ചില പേരൻസ് ഇപ്പോൾ ഞങ്ങൾ വൊക്കേഷൻ പ്രൊമോഷനൊക്കെ പോകുമ്പോഴൊക്കെ ചിലർക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്, ചേർന്നിട്ട് തിരിച്ചു പോകുന്നാൽ വലിയ നാണക്കേടല്ലേ സിസ്റ്ററെ, അതിൽ ഫീലിങ്സ് ഉണ്ട്. അപ്പം പിന്നെ ചേരാതിരിക്കുന്നില്ല നല്ലത്, നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു ധൈര്യം പപ്പ എനിക്ക് തന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ഫോർമേഷൻ്റെ കാലഘട്ടത്തിലോട്ട് നമ്മൾ കടക്കുമ്പം അവിടെ നമ്മളെ തന്നെ കണ്ടെത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും ആസ്പിറൻസി, പോസ്റ്റൻസി, നോവിഷേറ്റ്. അപ്പോൾ ആസ്പിറൻസി, പോസ്റ്റൻസിലൊക്കെ നമ്മളെ തന്നെ സ്വയം കണ്ടെത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രെയർ മാത്രമേ ഉള്ളൂ? അല്ല, ആസ്പിറൻസി നോവിഷേറ്റിലാണ് കൂടുതലും പ്രെയർ. പ്രെയർ ഉണ്ട് അല്ലെന്നല്ല, എന്നാലും നമ്മൾ കൂടുതൽ സൈക്കോളജി ക്ലാസ്സസ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, അപ്പം അവിടെ നിന്നൊക്കെയാണല്ലോ നമ്മളായി തീർന്നത്. അപ്പം അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ട് അമ്മയുടെ ഓരോ വികാരങ്ങളും ചിന്തകളൊക്കെ ഞാനാക്കി തീർത്തിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെയാണ് നമ്മളെ തന്നെ കണ്ടെത്തുന്നത്. അപ്പം ചില കാര്യങ്ങളൊക്കെ എന്നെ തന്നെ തിരിച്ചറിയുമ്പം ശരിക്കും എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അപ്പോൾ എനിക്കിതിനുള്ള യോഗ്യതയുണ്ടോ, ഈ കുറവുകളും ബലഹീനതകളും ഒക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കതിനുള്ള യോഗ്യതയുണ്ടോയെന്നൊക്കെ ചിന്തിക്കുകയും ഇനി തിരിച്ചു പോയിട്ട് ഇനി എന്തെങ്കിലും പഠിച്ചിട്ട് ഇനി വീണ്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ തിരിച്ച് വന്നാലോ അങ്ങനെയൊക്കെ ചിന്തിച്ച സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നാലും നമ്മളെ സഹായിക്കും. ഇപ്പോൾ നമ്മളെ മിസ്ട്രസ്സുമാരുണ്ടല്ലോ, അവരൊക്കെ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഓപ്പണായിട്ട് പറയാം എനിക്ക് ഇന്നൊക്കെ കാര്യങ്ങൾ തോന്നുന്നത്. അപ്പം അവർ നമ്മളെ സഹായിക്കും, ഇനി എന്താ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചിന്ത മാറാൻ ചില അത് എന്താണ് കണ്ടെത്തേണ്ടത്. ചിന്ത മാറിപ്പോവാന്നല്ല, ഞാൻ എൻ്റെ വിളി കണ്ടെത്തണമല്ലോ, ഇതാണോ, ഇപ്പം ഇതല്ല എങ്കിൽ തിരിച്ചു പോകണമല്ലോ, അങ്ങനെ. അപ്പോൾ അതിന് നമ്മളെ സഹായിക്കും. അങ്ങനെ ഓരോ പ്രാർത്ഥനയിലൂടെയും മറ്റു ക്ലാസ്സുകളിലൂടെയൊക്കെ സിസ്റ്റേഴ്സ് നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. 5 വർഷമല്ലേ നിങ്ങളുടെ ഫോർമേഷൻ ടൈം? 5 വർഷം. അപ്പോൾ 5 വർഷത്തിന് ശേഷമാണല്ലോ പിന്നെ ഒരു പ്രൊഫഷനെ പറ്റി സിസ്റ്റർ ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ പ്രൊഫഷനെ പറ്റി ചിന്തിച്ചപ്പോൾ തന്നെ നമ്മൾ മെഡിക്കലിൽ പോകണം, ഡോക്ടർ ആവണം എന്നായിരുന്നോ മനസ്സിൽ? ആ ഒരു സമയം എങ്ങനെയായിരുന്നു? അങ്ങനെ ഇപ്പം ഞങ്ങൾ പ്രൊഫഷൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ അന്നത്തെ പ്രൊവിൻഷ്യലായിരുന്നു സിസ്റ്റർ റോസ്മേരി. ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി വിളിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം വിളിച്ചത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പം വേറൊരാളെ വിളിച്ചിട്ടാണ് എന്നെ വിളിക്കുന്നതെങ്കിൽ അവളോട് ചോദിക്കുക എന്താ ചോദിച്ചതൊക്കെ. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു എന്താ ചോദിക്കുന്നതെന്നൊന്നും അറിയാതെയാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്, സിസ്റ്റർ വിളിച്ചപ്പോൾ ചെല്ലുന്നത്. ആലോചിച്ച് വെക്കാനൊരു സമയം എന്ത് പറയണം എന്നൊരു ആലോചിച്ച് മനസ്സിലൊന്നും മുൻകൂട്ടി കാണാനായിട്ടൊരു സമയം കിട്ടിയിട്ടില്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇത് കിട്ടിയത് ഉദയംപേരൂരുള്ള ഞങ്ങളെ പരിപാലന ഭവൻ എന്ന കോൺവെൻറ്റിലായിരുന്നു. അങ്ങോട്ട് അപ്പോൾ എന്നോട് ആദ്യമേ ആ കാര്യം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രൊഫഷൻ കഴിഞ്ഞിട്ട് അന്ന് ആ രാത്രി പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾ 10 ദിവസം ഞങ്ങൾക്ക് അവധി ഉണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് പിന്നെ തിരിച്ചിവിടെ വന്ന് സാധനമൊക്കെ പാക്ക് ചെയ്ത് അങ്ങോട്ട് പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചോദിച്ചു സ്റ്റഡീസിനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്, എന്ത് പഠിക്കാൻ ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ സത്യം അന്നേരം എൻ്റെ വായിൽ വന്നത് മെഡിസിൻ എന്നാണ്. സിസ്റ്ററിൻ്റെ മാത്സ് അല്ലായിരുന്നോ ഫേവറേറ്റ് സബ്ജക്റ്റ്? ഈ മാത്സും ബയോളജി എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 സാധനങ്ങളാണല്ലോ. മാത്സ് ഇഷ്ടപ്പെടുന്നവർക്ക് സാധാരണ ബയോളജി ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ സിസ്റ്റർ ഈ മെഡിക്കലിൽ നിന്ന് പെട്ടെന്ന് പറഞ്ഞ് ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു തോന്നലുണ്ടായി അങ്ങനെ പറഞ്ഞതാണോ? എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല എന്തുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ. ശരിയാണ്, മാത്സും ബയോളജിയും 2 എക്സ്ട്രീംസ് ആണ്. മാത്സ് ഫിസിക്സ് ഒക്കെ ആയിരുന്നു എൻ്റെ ഫേവറേറ്റ് വിഷയം. ബയോളജി കുറവൊന്നുമില്ലായിരുന്നു, ഇഷ്ടമായിരുന്നു.
എന്നാലും കൂടുതൽ മുൻതൂക്കം മാത്സ് ഫിസിക്സ് അതിനോടൊക്കെ ആയിരുന്നു. പിന്നെ എന്തുകൊണ്ട് ഞാൻ അന്നേരം അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പെട്ടെന്നൊരു ചോദ്യമില്ലായിരുന്നോ, എന്ത് പറയണം എന്നറിയത്തില്ല. പിന്നെ ആ സമയത്ത് എൻ്റെ വായിലത് വന്നു, അന്നേരം അങ്ങനെ പറഞ്ഞു. അപ്പോൾ സിസ്റ്ററിൻ്റെ റിപ്ലൈ എന്തായിരുന്നു? പ്രൊവിൻഷ്യൽ സിസ്റ്ററിൻ്റെ റിപ്ലൈ എന്തായിരുന്നു? എന്തായാലും ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഞങ്ങളെ സ്റ്റഡീസ് ഇല്ല, ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ആണ്. അപ്പം ഒരു പക്ഷേ ഞങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു, അത്രേ ഉള്ളൂ. അപ്പം അന്നേരം അങ്ങനെ പറഞ്ഞു. അതിനുശേഷം പിന്നെ എന്തായിരുന്നു അടുത്ത പ്രോസസ്സ്? പിന്നെ ഞാൻ പിന്നെ അവിടെ ആയിരുന്നല്ലോ, ഉദയംപേരൂർ കമ്മ്യൂണിറ്റിയിലായിരുന്നു. അവിടെ ഞങ്ങൾക്ക് പരിപാലന ഭവനിൽ അവിടെ റീഹാബിലേഷൻ സെൻ്ററാണ്. 25 മാനസിക രോഗികളായിട്ടുള്ള അവരെ വെച്ചാൽ മാനസിക രോഗികൾ എന്ന് വെച്ചാൽ മരുന്നിൽ കണ്ടിന്യൂ ചെയ്യുന്നു. വലിയ അങ്ങനെ വയലൻറ്റോ കാര്യങ്ങളുള്ളതൊന്നുമല്ല, മരുന്ന് എടുത്ത് നോർമലായിട്ട് പോകുന്നു. അപ്പോൾ അവർ അങ്ങനെ 25 പേരുള്ളൊരു കമ്മ്യൂണിറ്റി അവരുണ്ട്. പിന്നെ ഞങ്ങൾ സിസ്റ്റേഴ്സ് അന്ന് 5 പേര് ഉണ്ടെന്ന് തോന്നുന്നു, കൃത്യം ഞാൻ ഓർക്കുന്നില്ല, 5 പേരുണ്ട്. ഓക്കെ, അങ്ങനെ. അപ്പം അങ്ങനെ അവരുടെ കൂടെ ആയിരുന്നു. അപ്പം ആദ്യമേ എനിക്ക് അവരുടെ കൂടെ ആയിരിക്കാം എന്നുള്ളൊരു ഉത്തരവാദിത്തം, വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലായിരുന്നു, അവരുടെ കൂടെ ആയിരിക്കാം. പക്ഷെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല രസമായിരുന്നു അവരുടെ കൂടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ്. സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. ശരിക്കും ഞാനും കുറേ തിരിച്ചറിഞ്ഞൊരു എന്നാ ശരിക്കും സ്നേഹം എന്നല്ല, കുറേയൊക്കെ ഈശോയോട് കൂടുതൽ എടുത്തത് അവരുടെ കൂടെ ആയിരുന്നു. നമുക്ക് അവരിലൊക്കെ ഈശോയെ കാണാൻ പറ്റും. പിന്നെ അവർക്ക് അങ്ങനെ ഒരു മാനസിക രോഗം വന്നത് അവർ എന്തേലും അവരുടെ പാപത്തിൻ്റെ ഫലമോ അങ്ങനെയൊന്നും അല്ലല്ലോ. അവർക്ക് ഇപ്പം ഞാനിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തിട്ടൊന്നുമല്ല. ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു. അടുത്ത നിമിഷം എനിക്ക് എന്ത് സംഭവിക്കാം പറയാൻ പറ്റില്ല. അപ്പം ആ ഒരു ഇതോടുകൂടി അവരെ കാണാൻ, അവരെ ശുശ്രൂഷിക്കാൻ നല്ല സ്നേഹം. അതിന് അവരെല്ലാവരും തന്നെ നല്ല പ്രായമുള്ളവരാണ്. പിന്നെ ഞാൻ ചെറുതാണല്ലോ, പിന്നെ മോളെ ചക്കരെ അങ്ങനെയൊക്കെ എന്നെ വിളിക്കുകയൊക്കെ ചെയ്യാം. നല്ല സ്നേഹം. ഇപ്പോഴും അവരെനിക്ക് വേണ്ടി ശരിക്കും പിന്നെ അവരുടെ പ്രാർത്ഥന കൊണ്ട് കേട്ടോ എനിക്ക് ഇപ്പം കാരണം അപ്പം പിന്നെ അതിനിടയ്ക്ക് എന്നെ പ്രൊവിൻഷ്യലമ്മ എന്നെ വിളിച്ചു. അപ്പം എന്നോട് ചോദിച്ചു, നമുക്ക് ബികോമിനെ കുറിച്ച് ചിന്തിച്ചാലോ. ഇങ്ങനെ ചിന്തിച്ചു. കാരണം മാത്സ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന മാത്സും ബികോമും തമ്മിൽ ഭയങ്കര വ്യത്യാസം. ഒരു ബന്ധവുമില്ല. പിന്നെ പക്ഷെ എനിക്ക് അന്നേരം അങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്ത് നോക്കാന്നുള്ളൊരിത്. ഞാൻ MBBS പറഞ്ഞ് അങ്ങേയറ്റം ആഗ്രഹിച്ച് പറഞ്ഞതും അല്ലല്ലോ. അതുകൊണ്ട് എനിക്കങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല. പിന്നെ എന്നെ അവിടുത്തെ കണക്ക് കാര്യങ്ങൾ കുറച്ച് ചെറുതായിട്ടൊന്ന് നോക്കാനൊക്കെ ഒന്ന് ഏൽപ്പിച്ചു. പക്ഷേ അത് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ശരിക്കും എനിക്കെന്തോ ഭ്രാന്ത് പിടിക്കുന്ന പോലെയായി. കാരണം എനിക്കത് ഒട്ടും നമുക്ക് പറ്റിയ പണിയല്ലത് മനസ്സിലായി. കാരണം ആ ഒരു കൊമേഴ്സ് ഞാൻ പഠിച്ചിട്ടേ ഇല്ല. പിന്നെ കണക്ക് കൂട്ടുമ്പോൾ ഒന്നും ടാലി ആവുന്നില്ല. അങ്ങനെ ഒരു ഇതൊക്കെ വന്നു. അപ്പം പിന്നെ എനിക്ക് എങ്ങനെ നോ പറയും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം സിസ്റ്ററിനെ ഇങ്ങോട്ട് വിളിച്ചു. നമുക്ക് അതിന് തന്നെ ചിന്തിച്ചാലോ എന്ന്. എന്താ പറയുന്നത്, ചെയ്ത് നോക്കിയിട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ സിസ്റ്റർ എനിക്ക് ഇങ്ങനെ ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ തന്നെ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, എൻട്രൻസ് പ്രിപ്പറേഷന്. അതെ, ആ എൻട്രൻസ് എക്സാമിൻ്റെ വിജയം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. ഞാൻ അതിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം എന്താ? ആദ്യം ശരിക്കും നല്ല ടെൻഷനാണ്. എല്ലാവർക്കും ആ ടെൻഷൻ ആയിരിക്കില്ല, അതുകൊണ്ടാട്ടോ ഞാൻ ചോദിച്ചപ്പം. സിസ്റ്റർ സാധാരണ നമ്മൾ പേരൻസിൻ്റെ അടുത്തുനിന്ന് ഒരു എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോവുക, കോച്ചിങ് സെൻറ്ററിൽ ചേരുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് നമ്മുടെ അപ്പയോടും അമ്മയോടും ചോദിക്കുക, നമ്മൾ പോവുക. പക്ഷേ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ആദ്യം നേരെയുള്ള സുപ്പീരിയറിനോട് ചോദിക്കണം, പിന്നെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറിനോട് ചോദിക്കണം, പിന്നെ ജനറൽ ആയിട്ടുള്ള ചോദിക്കണം. അങ്ങനെ ഒത്തിരി കടമ്പകളുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു സിസ്റ്റർ? ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രൊവിൻഷ്യൽ എന്നോട് ആദ്യമേ തന്നെ റിപ്പീറ്റ്. കാരണം അന്നിപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 1 ഇയർ കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ആണ്. പിന്നെ ആ സമയത്താണ് കൊറോണ വന്നത്. ഞങ്ങൾ സ്ഥിരം ഉടുപ്പിട്ടിറങ്ങി നേരെ ജനുവരിയിലായിരുന്നു ഞങ്ങളുടെ പ്രൊവിഷൻ. മാർച്ചിൽ 23 ലോക്ക്ഡൗൺ ആവുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഇടവകയിൽ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ഒത്തിരി സാഹചര്യം. എനിക്ക് പിന്നെ അവിടെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു, പരിപാലന ഭവൻ എന്നുള്ള ഒരു ഇതുണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ എൻഗേജ്ഡ് ആയിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിസ്റ്റർ എന്നെ ഇങ്ങനെ വിളിച്ച് എന്നപ്പം ഞങ്ങളുടെ സ്റ്റഡീസ് 1 വർഷം കൂടെ നീണ്ടു പോവുക. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഞങ്ങളെ പഠിക്കാൻ വിടുന്നതാണ്. അപ്പം അങ്ങനെ എൻ്റെ 1 വർഷം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ആ സമയത്ത് ഒരു മെയ് മാസം ആയിരുന്നു സിസ്റ്ററിനെ വിളിച്ചിട്ട് എൻട്രൻസിന് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞത്. അപ്പം ഞാൻ ബ്രില്യൻറ്റിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്തു. പല ബ്രില്യൻറ്റിലാണ് ഞാൻ കോച്ചിങ് നടത്തിയത്. അപ്പോൾ അവിടെ കോൺടാക്ട് ചെയ്തു ഓൺലൈനായിട്ട് ഇതിന് ചെയ്യാൻ വേണ്ടി. ഓൺലൈനായിട്ടാണ് ചേർന്നത്. കാരണം പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം അന്ന് കൊറോണ ആയതുകൊണ്ട് ഓഫ്ലൈൻ ബാച്ച് ഇല്ല. ആ വർഷം തുടങ്ങിയ വർഷമല്ലേ.
അപ്പം ഓൺലൈനിലായിട്ടായിരുന്നു. എന്നിട്ട് തുടങ്ങിയെങ്കിലും എനിക്ക് ക്ലാസ്സുകളൊന്നും കൂടാനായിട്ട് സമയം കിട്ടില്ല. കാരണം നമ്മൾ ആ ഒരു സാഹചര്യത്തിലാണല്ലോ, നല്ല ഒച്ചപ്പാടും ബഹളമുള്ള അന്തരീക്ഷമാണ്. പിന്നെ അവരുടെ കൂടെ നമുക്കങ്ങനെ അവരിട്ടിട്ട് പോകും. അത് പരിപാലന ഭവനിൽ വെച്ചല്ലേ? അവിടെ വെച്ചായിരുന്നു. അങ്ങനെ അത് റിപ്പീറ്റേഴ്സ് ബാച്ച് അല്ലല്ലോ, ഞാൻ ക്രാഷ് കോഴ്സിനാണ് ഫസ്റ്റ് ജോയിൻ ചെയ്തത്. 21 എക്സാം എഴുതാൻ. പിന്നെ ആ വർഷം പിന്നെ എക്സാം കുറച്ച് നീട്ടി വെച്ചു, സെപ്റ്റംബറിലായിരുന്നു. കുറച്ച് നാള് കിട്ടി, അതുകൊണ്ട് കുറച്ച് നാൾ കിട്ടി. എന്നാലും പഠനം വലിയ കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ ഒന്നുമില്ല. ക്ലാസ് ഒന്നും എനിക്ക് കൂടാൻ പറ്റുന്നില്ല. പിന്നെ അവിടെയൊക്കെ എല്ലാ ദിവസവും എക്സാംസ് ഒക്കെ ഉണ്ടാവും. അപ്പം എക്സാംസ് ഒക്കെ വെറുതെ അറ്റൻഡ് ചെയ്യും അല്ലാതെ വേറെ പ്രത്യേകിച്ച് പഠിച്ചിട്ട് എഴുതാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു അവിടെ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ ഇങ്ങോട്ടേക്ക് ജസ്റ്റ് എക്സാമിന് ഒരു 1.5 മാസം സിസ്റ്റർ ഉള്ളത് പാറപ്പുറം നൗഷേറ്റ് ഹൗസ് ആയിരുന്നു ഇവിടെ ആയിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞപ്പം അവിടുന്ന് പെട്ടെന്ന് വരാനുള്ള സാഹചര്യം ഇവിടെയാണല്ലോ, ജസ്റ്റ് എക്സാം കഴിയുന്നോളം വരെ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് ഒരിത്. അങ്ങനെ ബാക്കി ഒരു 1.5 മാസം എനിക്ക് ഇവിടെ വന്നിട്ട്, എന്നാലും ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഇവിടെ വന്ന സമയത്ത് ഇവിടെ അന്നുണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും കൊറോണ പിടിച്ച് നിൽക്കുന്ന സമയമാണ്. എല്ലാവർക്കും തീരെ മേല കൊറോണ നന്നായിട്ട് ബാധിച്ചായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നവരെ. അപ്പം ഇവിടുത്തെ ജോലി കാര്യങ്ങൾ പ്രതിസന്ധികളായിരുന്നു. അതെ, മൊത്തം പ്രതിസന്ധികൾ. അവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പം അവിടെ തന്നെ മതിയായിരുന്നു. കാരണം അവിടെ എന്ന് പറയുമ്പം കാര്യം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല എങ്കിലും ഞാൻ വല്ല അവർ ഇൻമേറ്റ്സ് അവർ 25 പേര് അവർ ശരിക്കും എന്നെ പ്രാർത്ഥിച്ച്. ഇപ്പം ഇവരോട് ഞാൻ പറഞ്ഞത് അവർക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ഞാനൊരു ഡോക്ടർ ആവണമെന്ന്. എന്നിട്ട് അവർ പറയും ഡോക്ടറായിട്ട് ഇങ്ങോട്ട് തന്നെ ശുശ്രൂഷിക്കുമല്ലോ വരണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അപ്പോൾ എനിക്ക് പഠിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് എൻട്രൻസ് മേടിച്ച് തരുന്ന കാര്യം നിങ്ങളെയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് അത് അങ്ങനെ പറഞ്ഞെങ്കിലും അവരങ്ങനെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രയർ ഉണ്ട്, 12 വരെ അവരിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രാർത്ഥിക്കും. പിന്നെ അവരെ പ്രാർത്ഥന അവിടെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആണ്ടിനും കല്യാണത്തിനൊക്കെ ഓരോരുത്തർ ഫുഡൊക്കെ കൊണ്ടുവരും. അപ്പൊ അവര് വന്ന് പറയും പ്രാർത്ഥിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കാം. ഇവര് തന്നെ, നമ്മളാരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല, ഇവര് തന്നെ സ്വയം പ്രേരിത പ്രാർത്ഥന പോലെ, മീനിങ് ഒന്നും ഉണ്ടാവില്ല എന്ന് അവരങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ദിവസം നമുക്കങ്ങനെ അവരുടെ കൂടെ എപ്പോഴും പോയിരിക്കാൻ സമയം കിട്ടാറില്ല, എന്നാലും പറ്റുമ്പോഴൊക്കെ പോയിരിക്കും അവരുടെ കൂടെ. അപ്പോൾ ഒരു ദിവസം അവരിന്ന് പ്രാർത്ഥിച്ച എൽസിനെ ഡോക്ടറാക്കണേ. അവർ ഞാനിവിടെ ശരിക്കും കേട്ടിട്ടുണ്ടാവും. പിന്നെ നിഷ്കളങ്കരാണ്, കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ്. അതെ, കുഞ്ഞുനാളിൽ നമുക്ക് ലഭിച്ച പ്രാർത്ഥനാ ജീവിതവും നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ നമുക്ക് തരുന്ന മാതൃകയും പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ എത്രമാത്രം വലുതാണെന്ന് സിസ്റ്ററിൻ്റെ ജീവിതം നമുക്ക് കാട്ടിത്തന്നു. സിസ്റ്റർ ഇന്നത്തെ ജീവിതത്തിൽ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു കരുത്തുറ്റ മാതൃകയാണ്. സിസ്റ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചോദിച്ചറിയാം. അതുവരെ സ്നേഹത്തിലായിരിക്കാം, പ്രാർത്ഥനയിലായിരിക്കാം.